കൊച്ചി നെടുമ്പാശ്ശേരിയിലും തീപിടുത്തം ഉണ്ടായി. വിമാനത്താവളത്തിന് സമീപത്തെ ആപ്പിൾ റെസിഡൻസി ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഒരു കാറും 5 ബൈക്കുകളും കത്തിനശിച്ചു. അശ്വിൻ പാലാഴി ടെലിഫോണിൽ ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, എന്തായിരുന്നു അവിടെ നിന്നുള്ള വിവരം? രണ്ടാമത്തെ തീയാണല്ലോ കൊച്ചിയിലെ. SK രാത്രി 12 മണിയോടെയാണ് വിമാനത്താവളത്തിന് സമീപത്തുള്ള ആപ്പിൾ റെസിഡൻസിയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. 134 മുറികളുള്ള വലിയൊരു ഹോട്ടൽ സമുച്ചയമാണ്. ഇതിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് അഗ്നിബാധ ഉണ്ടായത് എന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഒരു കാറും 3 ബൈക്കുകളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 20ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാർക്കിംഗ് ഏരിയയാണ്. അവിടെ ഇന്നലെ താരതമ്യേന ഹോട്ടലിൽ ആളുകൾ ബുക്കിംഗ് കുറവായിരുന്നതിനാൽ വാഹനങ്ങളുടെ എണ്ണവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ഇതിനോടൊപ്പം ഈ തീപിടുത്തത്തിനിടെ മുറിയിൽ ഒരു പെൺകുട്ടി കുടുങ്ങിയിരുന്നു. ഈ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ച ലാഡർ ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടിയെ ഈ മുറിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ പെൺകുട്ടിക്ക് ഉൾപ്പെടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കില്ല എന്നുള്ള ആശ്വാസ വാർത്തയാണ് ഈ അപകടത്തിന് ശേഷം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഹോട്ടലിലെ AC-യും മറ്റു ഉപകരണങ്ങളും വൈദ്യുതിയുടെ വയറിങ്ങുകളും എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തം ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. അഗ്നിരക്ഷാ സേനയുടെ പ്രാഥമിക പരിശോധനയും ഇതിനോടകം ഹോട്ടലിൽ നടക്കുന്നുണ്ട്. എന്തായാലും തീപിടുത്തം ചെറിയ വലിയ തോതിൽ ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.